രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. അഭിപ്രായ പ്രകടനം എപ്പോഴും നടത്താറുള്ള പത്രമാണ്. ഒരു പത്രമുത്തശ്ശിയാണ് ദീപിക. ആ ദീപിക പത്രത്തെ ആക്ഷേപിക്കുകയും ബിഷപ്പന്മാരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. അത് നിർഭാഗ്യകരമാണ്. BJP വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ക്രിസ്മസ് കാലത്ത് കേക്ക് കൊണ്ട് കൊടുക്കുകയും അല്ലാത്ത സമയത്ത് BJPയും സംഘപരിവാറും ചേർന്ന് ക്രൈസ്തവരെ ആക്രമിക്കുകയും ചെയ്യുന്ന നിത്യസംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തിക്കളയാം എന്നുള്ള തെറ്റിദ്ധാരണ BJPക്ക് വേണ്ട. ഇത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നല്ല. കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം ഭീഷണികളെ ചെറുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാഞ്ഞിരപ്പള്ളി രൂപതയും പാലാ രൂപതയും ഒന്നും ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല. അവർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ വിശ്വാസികളെ നേർവഴിക്ക് നയിക്കാനും ഉള്ള ഉത്തരവാദിത്വമുള്ളവർ തന്നെയാണ്. അത് BJP ഭീഷണി കൊണ്ട് അവരെ വരുതിക്ക് നിർത്തിക്കളയാമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അവരുടെ ഇഷ്ടപ്രകാരം വോട്ട് ചെയ്യാനുള്ള അധികാരവുമുണ്ട്. അഭിപ്രായങ്ങൾ പറയുകയും വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് തങ്ങൾക്കെതിരാകുന്നു എന്ന് കണ്ടുകൊണ്ട് അവരെ നിലയ്ക്ക് നിർത്താനുള്ള നീക്കം ഉപേക്ഷിക്കുകയാണ് അവർക്ക് നല്ലത്. ജനാധിപത്യത്തിൽ അതായിരിക്കും ഗുണകരമായിട്ടുള്ളത് എന്നാണ് എനിക്ക് BJPയെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ തള്ളിപ്പറയണം. BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി പാലാ രൂപതകളെ ദീപിക പത്രത്തെയും നിശിതമായി വിമർശിച്ചിട്ടുള്ളത്. അത് സാധാരണഗതി കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. സാധാരണഗതിയിൽ കേരളത്തിൽ അവർ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാനും വോട്ട് ചെയ്യാനും കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇവിടെ. ഇത് വടക്കേ ഇന്ത്യയിൽ കാണുന്ന ഒരു പ്രത്യേക രോഗമാണ്. ആ രോഗം കേരളത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. BJPക്ക് അതിൽ ഉത്തരവാദിത്വമില്ലെങ്കിൽ BJP നേതൃത്വം അത് തള്ളിപ്പറയുകയാണ് വേണ്ടത്.